SSLC റീവാലുവേഷൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്ന 10 സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പേ ഒരൊറ്റ കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ ഒരു +1 വിദ്യാർത്ഥിയാണെങ്കിൽ ഇനി ഫോളോ ചെയ്യേണ്ടത് MS സൊല്യൂഷൻസിൻ്റെ ഈ SSLC ചാനലല്ല. നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് MS സൊല്യൂഷൻസിൻ്റെ +1 ചാനലാണ്. ആ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആ ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരൊറ്റ കാര്യം കൂടി ഇതിൻ്റെ ഞാൻ ഉൾപ്പെടുത്തുന്നു, ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, റെഡി? ഇനി ചോദിച്ചോ, ഓരോ സംശയങ്ങളുമാണ്. ഒന്നാമത്തെ സംശയം നോക്കിക്കേ, എങ്ങനെയാണ് റീവാലുവേഷൻ കൊടുക്കേണ്ടത്? നമ്മൾ റീവാലുവേഷൻ കൊടുക്കേണ്ടത് iExam പോർട്ടൽ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയോ പേടിയോ ടെൻഷനോ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത അക്ഷയ സെൻ്ററുകളെ സമീപിക്കാം, അല്ലെങ്കിൽ അത്യാവശ്യം ലാപ്ടോപ്പായിട്ട് പരിചയമുള്ള ആൾക്കാരെയും നിങ്ങൾക്ക് സമീപിക്കാം. ഒരു പ്രശ്നവുമില്ല. ഫോണിലൂടെ ചെയ്യാതിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാര്യം ഫോണിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സബ്മിറ്റ് ബട്ടൺ അറിയാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ പിന്നെ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റെഡി? സോ എങ്ങനെയാണ് റീവാലുവേഷൻ കൊടുക്കേണ്ടത്? iExam പോർട്ടലിലൂടെ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ റീവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും മാത്രം മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. 2, എത്ര സബ്ജക്റ്റ് കൊടുക്കാൻ പറ്റും? 3 എണ്ണം എന്ന് കേൾക്കുന്നു, ശരിയാണോ? 2 ചോദ്യത്തിനും ഒരേ ഉത്തരമാണ്. നിങ്ങൾക്ക് IT ഒഴികെയുള്ള 9 സബ്ജക്റ്റുകളും റീവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, കാരണം കഴിഞ്ഞ വർഷത്തിൻ്റെ തൊട്ട് മുന്നേയുള്ള വർഷങ്ങൾ വരെ 3 സബ്ജക്റ്റ് കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ കൊറോണയ്ക്കൊക്കെ ശേഷം അതിൽ കുറച്ച് ഒരു മയമൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്കാണ് ഈ പൈസയൊക്കെ പോകുന്നത്. ഒരു കുട്ടി മിനിമം എങ്ങനെ പോയാലും ഒരു 3 സബ്ജക്റ്റ് കൊടുക്കും. അപ്പോൾ 400 × 300, 400 × 3 1200 രൂപ കിട്ടി. അങ്ങനെ ഒരു 1,00,000 കുട്ടികൾ റീവാലുവേഷൻ കൊടുത്താൽ ഇതൊരു 30 കോടി രൂപേൻ്റെ ബിസിനസ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 9 സബ്ജക്റ്റും റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഇനി കുട്ടി ആവശ്യമുണ്ടോ? ഒരു കുഴപ്പമില്ല. റീവാലുവേഷൻ ചെയ്യേണ്ടത് നിങ്ങൾ ഓൺലൈനായിട്ടാണ്. ഓൺലൈനിലൂടെ നിങ്ങൾ റീവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു iExam പോർട്ടലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്തു, അവസാനം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ഫൈനൽ PDF വരും. ആ PDF നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. ആ പ്രിൻ്റ് ചെയ്ത പേജും അല്ലെങ്കിൽ ആ പ്രിൻ്റ് ചെയ്ത ആ പേപ്പറുമായി നിങ്ങൾ നേരെ സ്കൂളിലേക്ക് പോവുക. ആ പേപ്പറിൽ ഒരു എമൗണ്ട് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ 4 സബ്ജക്റ്റ് റീവാലുവേഷൻ കൊടുത്തൊരു കുട്ടിയാണെങ്കിൽ 1200 രൂപയാണ് ഉണ്ടാവുക, അല്ലേ? 400 × 3 400 രൂപയുടെ 3 സബ്ജക്റ്റുകൾ വീതം 1200 രൂപ ഉണ്ടാകും. ഇനി ഒരു കുട്ടി അപ്ലൈ ചെയ്തത് ഒരു സബ്ജക്റ്റ് റീവാലുവേഷൻ കൊടുത്തു, രണ്ടാമത്തെ സബ്ജക്റ്റ് ആ കുട്ടി ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തു, 3ാമത്തെ സബ്ജക്റ്റ് കൊടുത്തിട്ടുമില്ല. ഇതാണ് കുട്ടി ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് ഉണ്ടാവും? റീവാലുവേഷന് 400 രൂപ, ഫോട്ടോ കോപ്പി 200 രൂപ, ടോട്ടൽ 600 രൂപയും ആ പ്രിൻ്റ് ഔട്ടുമായിട്ട് നേരെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിൻ്റെ കയ്യിൽ കൊടുക്കുക. ഹെഡ് മാസ്റ്റർ അവിടെ അല്ലെങ്കിൽ പ്യൂണോ ആരുടെ കയ്യിലും കൊടുക്കാം, അവിടുത്തെ സ്റ്റാഫ് ആയാൽ മതി കേട്ടോ. എന്നാലും മുഖ്യ ആളായിരിക്കണം, സീനിയർ ആയിട്ടുള്ളൊരു അധ്യാപകനായിരിക്കണം. അത് നിങ്ങൾക്ക് സ്കൂളിൽ ചെന്നാൽ അല്ലെങ്കിൽ സ്കൂൾ ഗ്രൂപ്പിലെ ടീച്ചർ തന്നെ പറയും, ഈ സമയത്ത് വന്നാൽ മതി, ഞങ്ങൾ അവിടെ ഉണ്ടാവും എന്നൊക്കെ അവർ പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ കുട്ടി ഇതിൽ ആവശ്യമില്ല. കുട്ടി ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് പുറത്ത് പോയ ആളാണെങ്കിൽ കുട്ടീൻ്റെ ആവശ്യമില്ല. പാരൻറ്റോ ഗാർഡിയനോ അല്ലെങ്കിൽ കസിൻസ് ആർക്ക് വേണമെങ്കിലും ഇത് കൊടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ഏത് സബ്ജക്റ്റാണ് കൊടുക്കേണ്ടത്? നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിനനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സയൻസ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സയൻസിന് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സുമാണ്. റെഡി? ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാത്സിൽ B+ ആണ്, പക്ഷെ നിങ്ങൾക്കറിയാം അത് A ഗ്രേഡോ A+ഓ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും കൂടി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ സബ്ജക്റ്റിനായിരിക്കണം പരിഗണന കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ കൊമേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷും മാത്സുമാണ് കൊമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് A+ ഉണ്ട്, എന്നാൽ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്കൊരു C+ ഗ്രേഡാണ് വരുന്നത്.
ഓക്കെ, C+ ഗ്രേഡ് ആണ് വരുന്നത്. അത് നിങ്ങൾ റീവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കേണ്ടത് നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് പരിഗണന കൊടുക്കണം. സയൻസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ഇനി കൊമേഴ്സ് ആണെങ്കിൽ ഇംഗ്ലീഷും മാത്തമാറ്റിക്സും, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഇംഗ്ലീഷും സോഷ്യൽ സയൻസും. ഇതിനാണ് നിങ്ങൾ പരിഗണന കൊടുക്കേണ്ടത്. സർ, ഈ പറഞ്ഞ സബ്ജക്റ്റുകളിലൊക്കെ എനിക്ക് A+ ഉണ്ട്, അപ്പം ഞാൻ റിവാലുവേഷന് കൊടുക്കണോ? നിങ്ങളുടെ മാർക്ക് കൂടുമെന്ന് തോന്നുന്ന, ഗ്രേഡ് കൂടുമെന്ന് തോന്നുന്ന സബ്ജക്റ്റുകളിൽ റീവാലുവേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിന് ഞാൻ പറയുന്നത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഒന്നുകിൽ 400 രൂപ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ പോയാൽ പോയി. ഓക്കെ, അടുത്ത സംശയം, മാർക്ക് കുറയുമോ? നിങ്ങളുടെ ഗ്രേഡ് A ഗ്രേഡ് ആയിരുന്നു, അത് A+ ആവാൻ വേണ്ടി നിങ്ങൾ കൊടുത്തു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ A ഗ്രേഡ് എന്നുള്ളത് B ഗ്രേഡോ അല്ലെ B+ ഗ്രേഡോ കുറഞ്ഞു പോയി. പേടിക്കേണ്ട, ബെസ്റ്റ് ഓഫ് 2 ആണ് തിരഞ്ഞെടുക്കുക. ഏത് മാർക്കാണോ കൂടുതൽ ഉണ്ടായിരുന്നത് അതാണ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലും അലോട്ട്മെൻറ്റിലും പരിഗണിക്കുക. നോട്ട് ദ പോയിന്റ്. അപ്പോൾ മാർക്ക് കുറയുമെന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട. അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ രേഖകൾ വേണം? രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം മതി. ലാംഗ്വേജ് കൊടുത്താൽ കാര്യമുണ്ടോ? സർ, മലയാളം ഫസ്റ്റ്, സെക്കൻഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഈ പറയുന്ന ലാംഗ്വേജ് സബ്ജക്റ്റുകൾ റിവാലുവേഷന് കൊടുത്താൽ കാര്യമുണ്ടോ? ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഹിന്ദി പരീക്ഷാ പേപ്പറിൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ B+ ഗ്രേഡേ ഉള്ളൂ. നിങ്ങൾക്കറിയാം മാർക്ക് കൂടാനൊന്നും സാധ്യതയല്ല, B+ തന്നെ വലിയ കാര്യമാണ്. എന്നാൽ നിങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വെറുതെ എന്തിനാണ് പൈസ ഒഴിവാക്കുന്നത്? ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അതൊക്കെ ഒരു ലക്കാണ്, ഭാഗ്യമാണ്. ഓക്കെ, ഇനി റിസൾട്ട് എന്നാണ് വരിക? നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 26-ാം തീയതിയാണ്. മെയ് 26-ാം തീയതി. സേ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 10-ാം തീയതിയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണോ വരുന്നത് അതിന് മുന്നേ ആയിരിക്കും. നോട്ട് ദ പോയിന്റ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് ഇതിന് മുന്നേ ആയിരിക്കും നിങ്ങളുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. സർ, അപ്പോൾ എപ്പോഴാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒക്കെ? അതിന് ഗവൺമെൻറ് 30 പേജുള്ള ഒരു പ്രോസ്പെക്ടസ്, ഹെൽപ്പ് ഡെസ്കിൻ്റെ ഒരു പ്രോസ്പെക്ടസ്, അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട +1 ഏകജാലക ഫോറവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഫോം ഗവൺമെൻറ് പുറത്തു വിടാനുണ്ട്. ആ ഫോമിൻ്റെ പേരാണ് പ്രോസ്പെക്ടസ്. എന്താ പേര്? പ്രോസ്പെക്ടസ്. ആ പ്രോസ്പെക്ടസ് സർക്കുലർ പുറത്ത് വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് ദിവസമാണ് ഓരോ അലോട്ട്മെൻറ്റുകളും നടക്കുന്നത് എന്നുള്ളത്. റെഡി? അപ്പോൾ റിസൾട്ട് എന്നാണ് വരിക എന്ന ചോദ്യത്തിന് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ മുന്നേ. ഇതാണ് ഉത്തരം. സാർ, എന്താ ട്രയൽ അലോട്ട്മെൻറ്റ്? അതൊക്കെ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. റെഡി? അലോട്ട്മെൻറ്റ് 25-ന് തുടങ്ങുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇപ്പോൾ ഉള്ള റിസൾട്ട് വെച്ചുകൊണ്ടാണ് അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്. നോട്ട് ദ പോയിന്റ്. നിങ്ങൾക്കിപ്പോൾ 8A+ഉം 2 A ഗ്രേഡുമാണെങ്കിൽ നിങ്ങൾ റീവാലുവേഷന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇപ്പോൾ ഉള്ള റിസൾട്ടിൽ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക? അലോട്ട്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സാർ, എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പേ റിസൾട്ട് എന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യുമല്ലോ. അപ്പോൾ എൻ്റെ ഗ്രേഡ് കൂടിയാൽ പിന്നീട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിലേക്ക് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പേ 5A+ ഉണ്ടായിരുന്ന ഒരു കുട്ടി റിവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ 7A+ലേക്ക് മാറിയെങ്കിൽ കുട്ടി ഒന്നും ചെയ്യേണ്ട. ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഒരു ഫോമോ കാര്യങ്ങളോ ഓൺലൈനായിട്ട് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട. ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയുടെ റിസൾട്ട് 7A+ ആയി മാറിയിട്ടുണ്ടാകും. ആ റിസൾട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുക. റെഡി? അലോട്ട്മെൻറ്റ്. ഓക്കെ, റീവാലുവേഷൻ, സ്ക്രൂട്ടണി, ഫോട്ടോ കോപ്പി വ്യത്യാസം എന്ത്? 10ാമത്തെ സംശയം. ഈ സംശയം പറയുന്നതിന് തൊട്ട് മുന്നേ ഒരു കാര്യം പറയട്ടെ. +1-ൽ നിങ്ങൾ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ്, ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങളുടെ ചോയ്സ് എങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ അത് MS സൊല്യൂഷൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ കോൺഫിഡൻസ് ആണ്. MS സൊല്യൂഷൻസിൻ്റെ അവസാന സമയത്ത് പ്രഡിക്ഷൻ ക്ലാസ്സുകൾ മാത്രം കണ്ട്, ലൈവ് മാത്രം കണ്ട് പോയ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായി മാറാൻ MS-ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വർഷം MS-ൻ്റെ കൂടെ നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ കഴിയുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഉറപ്പിച്ച് പറയാം, ഇപ്പം റിസൾട്ടിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞു പോയി. അതിന് കാരണക്കാരൻ നിങ്ങളല്ല, നിങ്ങളുടെ സിസ്റ്റം ആയിരുന്നു. എന്നാൽ MS-ൻ്റെ +1 പഠിച്ച് ഇപ്പോൾ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അറിയാം,
ക്ലാസ് ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ബ്രിഡ്ജ് ക്ലാസ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ദാ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാൻ പോവുക. നിങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങളുടെ ബേസും ബ്രിഡ്ജും കോൺസെപ്റ്റും ക്ലിയർ ആക്കിയിട്ട് നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് കിടക്കുള്ളൂ. അപ്പോൾ എത്രയും നേരത്തെ നിങ്ങൾ തുടങ്ങുന്നുവോ അത്രയും നല്ലതാണ്. MS നിങ്ങളെ പഠിപ്പിക്കുന്നത് ചോദ്യപേപ്പർ മാത്രമല്ല, സബ്ജക്റ്റും കൂടി പഠിപ്പിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും നിങ്ങൾ എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യും. ഞാൻ നോട്ട് ദ പോയിന്റ്. നിങ്ങൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് റിവിഷൻ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യും. പക്ഷേ ആ സമയത്തേക്ക് നിങ്ങൾക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പോഴുള്ള അതേ അവസ്ഥ ആയിരിക്കും. ഓക്കെ, നേരത്തെ തുടങ്ങിയാൽ MS നെഞ്ചത്ത് കൈവച്ച് പറയാം, നിങ്ങളെ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചിരിക്കും. സർ, സയൻസും കൊമേഴ്സും ഏതൊക്കെ ബാച്ചസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് ഫുൾ A+ ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് MS ക്ലാസ് മാത്രം മതി. മെൻറ്റർഷിപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എനിക്ക് ക്ലാസ് മാത്രം മതി, ലൈവ് ഒന്നും വേണ്ട, റെക്കോർഡ് ക്ലാസ് എല്ലാം വേണം. അങ്ങനെയാണെങ്കിൽ ബേസ് ബാച്ച് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് മെയിൻ ബാച്ച് വിത്ത് മെൻറ്റർ അടക്കം വേണമെന്നുണ്ടെങ്കിൽ 5499 മെറ്റീരിയൽ MS ഓൺ മെറ്റീരിയൽ. കേരളത്തിൽ ഒരാളെ കയ്യിലില്ലാത്ത മെറ്റീരിയലാണ് MS കയ്യിലുള്ളത്. അതിൽ ഓരോ ചാപ്റ്ററിൻ്റെയും ചാപ്റ്റർ വൈസ് തിയറി, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതും 15 വർഷത്തെ പ്രീവിയസ്, ഇപ്പോൾ 16 ആയില്ലേ, 2026 16 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, 2010 തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ കൈകളിലുണ്ട്. 6499. ഇനി എൻട്രൻസ് ബാച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് 100 ഔട്ട് ഓഫ് 100. ഫോർ എക്സാമ്പിൾ +1 520 520, അല്ലെങ്കിൽ 540 540, 640 640, ഈ മാർക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ട ചെറുപ്പക്കാര, എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തോ. ഈ കാണുന്നതെല്ലാം നിങ്ങളുടെ ഫീച്ചേഴ്സ് ആണ്. റെഡി? അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? യെസ്, 7902 400 800. കാണാതെ പഠിച്ചോ. 7902 കൂടെ പഠിക്ക്. 7902 400 800 7902 400 800. ജോയിൻ ചെയ്തോ, നിങ്ങൾക്ക് കാര്യം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ജോയിൻ ചെയ്താൽ വളരെ കുറഞ്ഞ റേറ്റ് ഉള്ളൂ. ഈ കാണുന്ന റേറ്റാണ് ഇപ്പോഴത്തെ റേറ്റ്. ഇനി നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ റേറ്റ് കൂടും. എന്തിനാ പാരൻസിനെ വെറുതെ ബുദ്ധിമുട്ടാക്കുന്നത്? ഇപ്പോഴേ നിങ്ങളുടെ ഭാവി സെലക്ട് ചെയ്യൂ വിത്ത് MS-നോടൊപ്പം. റെഡി? അവസാനത്തെ ചോദ്യം നോക്കിക്കേ. ഒരു ഇവാലുവേഷൻ, സ്ക്രൂട്ടണി, ഫോട്ടോ കോപ്പി വ്യത്യാസം എന്ത്? എടാ, ഒരു സബ്ജക്റ്റ് ഫോർ എക്സാമ്പിൾ മാത്സിൻ്റെ റീവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന കുട്ടി മനസ്സിലാക്കേണ്ടത്, ആ കുട്ടിയുടെ മാത്സിൻ്റെ പേപ്പർ ഒരു അധ്യാപകൻ ഇങ്ങോട്ട് എടുക്കും. നേരത്തെ നോക്കിയ അധ്യാപകനല്ല റീവാലുവേഷൻ്റെ പേപ്പർ നോക്കുക. റെഡി? ആ പുതിയ അധ്യാപകൻ വന്നിട്ട് ആ പേപ്പർ ഒരിക്കൽ കൂടി കംപ്ലീറ്റ് മാർക്ക് ഇട്ട് നോക്കും. ഫുള്ള് വായിച്ചിട്ട് എവിടെയെങ്കിലും കൂട്ടാനുണ്ടോ കുറയ്ക്കാനുണ്ടോ നോക്കുക. കറക്റ്റ് നോക്കിയിട്ടാണ് അദ്ദേഹം ചെയ്യുക. അതാണ് റീവാലുവേഷൻ. സ്ക്രൂട്ടനി എന്ന് പറഞ്ഞാൽ മറ്റൊരു അധ്യാപകൻ ഇതുപോലെ വരികയും ആ മാത്സിൻ്റെ പേപ്പർ ഇങ്ങെടുക്കും. ഫസ്റ്റ് പേജിൽ എന്തുണ്ടാകും? മാർക്ക് കൂട്ടിയിട്ടുണ്ടാവും. ആ മാർക്ക് കൂട്ടിയതിൽ തെറ്റുണ്ടോ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കും. അങ്ങനെ നോക്കി തെറ്റൊന്നും ഇല്ലെങ്കിൽ അതേ റീവാലുവേഷൻ റിസൾട്ട്, സ്ക്രൂട്ടിൻ്റെ റിസൾട്ട് വരും. മാർക്കൊന്നും, ഗ്രേഡ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല എന്നുള്ളത്. അതിന് വെറും 50 രൂപയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കാൻ 50 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ റീവാലുവേഷനും സ്ക്രൂട്ടിനും തമ്മിൽ വ്യത്യാസം എന്താ? റീവാലുവേഷൻ കൊടുത്താൽ ഉള്ളിലും കൂടി മാർക്ക് കൂട്ടാനുണ്ടോ എന്ന് നോക്കും. നിങ്ങളുടെ എഴുതിയ ആൻസർ പേപ്പറിൻ്റെ അഡീഷണൽ ഷീറ്റിൽ അടക്കം മാർക്ക് കൂട്ടാനുണ്ടോ എന്ന് നോക്കും. പക്ഷെ സ്ക്രൂട്ടിനിക്ക് എങ്ങനെ നോക്കുള്ളൂ? സ്ക്രൂട്ടിനിക്ക് ഫ്രണ്ട് പേജിൽ ആ കള്ളിയിലുള്ള മാർക്ക് എന്തെങ്കിലും കൂട്ടാനുണ്ടോ കുറയ്ക്കാനുണ്ടോ അതേ നോക്കുള്ളൂ. റെഡി? അപ്പോൾ ഏതാ ബെറ്റർ? റീവാലുവേഷൻ കൊടുക്കുന്നതാണ് ബെറ്റർ. റീവാലുവേഷൻ കൊടുക്കുന്ന ഒരാൾ എന്തിന് കൊടുക്കേണ്ട? സ്ക്രൂട്ടണിക്ക് കൊടുക്കേണ്ടതില്ല. കാരണം സ്ക്രൂട്ടണി ഓട്ടോമാറ്റിക്കലി ആ സാറ് നോക്കുന്നുണ്ട്. ഇനി ഫോട്ടോ കോപ്പി എന്താണ് സാർ? നീ എഴുതിയ മാത്സിൻ്റെ പേപ്പർ നിനക്കൊന്ന് കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് 200 രൂപയാണ് അപ്ലൈ ചെയ്യാം. അത് തപാൽ വഴി ഒരു 2-3 ആഴ്ചനുള്ളിൽ നിൻ്റെ വീട്ടിലേക്ക് എത്തും. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവുകയൊക്കെ ചെയ്യും കേട്ടോ, പറയാൻ പറ്റില്ല. തപാലാണ്, ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് തപാലാണ്. ഓക്കെ, അപ്പോൾ അത് ഫോട്ടോ കോപ്പി. ആ ഫോട്ടോ കോപ്പി അപ്ലൈ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്ക് നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് പിന്നെ സെല്ല് വഴി IT സെല്ല് വഴി കംപ്ലയിൻറ്റ് ചെയ്യാം. ഗവൺമെൻറ്റിൻ്റെ പരീക്ഷാ ഭവനിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കൂടി കിട്ടും. അത് നിങ്ങളുടെ സ്കൂളിൻ്റെ മെയിൽ ത്രൂ ചെയ്താൽ മതി. ഓക്കെ, റീവാലുവേഷനും ഫോട്ടോ കോപ്പിക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യണോ? നല്ലതാണ്. കാര്യം റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്ന കുട്ടി ആ മാർക്ക് കൂടില്ലേ എന്ന് റിസൾട്ട് വരുമ്പോഴേ അറിയുള്ളൂ. ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റിസൾട്ട് വന്നു, മാത്സിന് റിസൾട്ട് A ഗ്രേഡ് ഉള്ള ഒരു കുട്ടി A+ ആവാൻ വേണ്ടിയിട്ട് റീവാലുവേഷന് കൊടുത്തു. കുട്ടിക്ക് അറിയാം A+ കിട്ടും എന്നുള്ളത്. പക്ഷെ റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ A ഗ്രേഡ് A+ ആയില്ല. അപ്പോൾ കുട്ടി ആരോട് പോയി ചോദിക്കും?
കുട്ടി ഫോട്ടോ കോപ്പി കൂടി കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കോപ്പി വന്നിട്ടുണ്ട്, കുട്ടി നോക്കി, കുട്ടിക്ക് ഉറപ്പായി മാർക്ക് കൂടാൻ ഇനിയൊരു ചാൻസും ഇല്ല എന്നുള്ളത്. അപ്പോൾ അധ്യാപകരെ മാത്രം സംശയിക്കാതെ നമ്മളുടെ ഭാഗത്തും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാം. അത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 10 സംശയങ്ങളുടെയും ഉത്തരങ്ങളും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതോടൊപ്പം തന്നെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട A to Z അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നേരത്തെ അറിയാൻ, സംശയങ്ങൾക്ക് അനുസൃതമായുള്ള ഉത്തരങ്ങൾ വോയിസ് ആയിട്ടും വീഡിയോ ആയിട്ടും മെസ്സേജുകളായിട്ടൊക്കെ നേരത്തെ ലഭിക്കാൻ MS സൊല്യൂഷൻസിൻ്റെ മാത്രം ഹെൽപ്പ് ഡെസ്കിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. സോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MS സൊല്യൂഷൻസിൻ്റെ ഹെൽപ്പ് ഡെസ്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ, അതായത് SSLC റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നാൽ മാർക്ക് കുറയുമോ വിത്ത് പ്രൂഫ് അടക്കമുള്ള ഒരു വീഡിയോ +1 ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് കിട്ടും. ആ വീഡിയോ കൂടി കണ്ടുകൊണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.